തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ചർച്ച നടത്തും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ചർച്ച നടക്കുക. CETU, INTUC സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആശാമാരുടെ രാപ്പകൽ സമരം ഇന്ന് 53ാം ദിവസത്തിലേക്ക് കടന്നുവെന്നും മറ്റൊരു വാർത്ത. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ ഈ ആശാ വർക്കേഴ്സിന് പ്രതീക്ഷയുണ്ടോ? ഇതിൽ ഒരു മനുഷ്യത്വപരമായി നോക്കിയാൽ ഇതെങ്ങനെയെങ്കിലും ഈ ചർച്ച ഇന്നത്തെ ദിവസം കൊണ്ട് തീരുന്നതാണ് നല്ലത്. കാരണം 53 ദിവസമായി ഈ ആശാ വർക്കർമാർ അവിടെ ഈ മഴയത്തും വെയിലത്തും അങ്ങനെ പൊടിയൊക്കെ അടിച്ച് വളരെ കഷ്ടതയിൽ നിൽക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് 7,000 രൂപ എന്നുള്ളത് 21,000 രൂപ ആക്കണം എന്നുള്ളതാണ്. സർക്കാർ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. രണ്ടു പേർക്കും ശരിയായി വരുന്ന രീതിയിൽ ഒരു തുക അനുവദിച്ച് നൽകിയാൽ ഓണറേറിയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ ഇവർ ഈ സമരം അവസാനിപ്പിച്ച് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ഇതിൻ്റെ യോഗം ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ 2 സംഘടനകളെയും ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ചിട്ടുണ്ട്. INTUCയും CITU നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവർ പറയുന്നത് എന്തായാലും ഈ ഓണറേറിയം വർധനവ് എന്ന ആവശ്യം തങ്ങൾ മുന്നോട്ട് വെക്കില്ല എന്നുള്ളതാണ്. അതെന്തായാലും ആശാ വർക്കർമാരെ അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്. ഇനി മറ്റൊന്ന്, INTUC ആദ്യം ഈ ആശാ വർക്കർമാരുടെ സമരത്തിനെതിരായ നിലപാടെടുക്കുകയും പിന്നെ അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്ത സംഘടനയാണ്. അവരിന്ന് ഈ ചർച്ചയിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് കാത്തിരുന്നു കാണണം. അതൊരു വലിയ പ്രധാനപ്പെട്ട നിലപാട് തന്നെയായിരിക്കും. പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടന കൂടിയാണ്. ഇന്ന് ഈ സമരം തീർന്നാൽ ആശാ വർക്കർമാർക്ക് സന്തോഷത്തോടെ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും പോകാം, അല്ലെങ്കിൽ വീണ്ടും അവർ സമരം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ഓണറേറിയം വർധനവ് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും. Okay, thank you, Srikanth.